ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ. ഇന്ന് തമിഴ് സിനിമ കാഞ്ചന 3യുടെ റിവ്യൂ ആണ്. റിവ്യൂ ഇടാൻ അല്പം വൈകി. രാഘവ ലോറൻസിന്റെ കാഞ്ചന 3 പേര് സൂചിപ്പിക്കും പോലെ തന്നെ കാഞ്ചന ഫിലിം സീരീസിലെ 3ാമത്തെ സിനിമയാണ്. മുനി ഫിലിം സീരീസിലെ 4ാമത്തെ സിനിമയുമാണ്. ഈ സിനിമകൾ തുടർച്ചയായി കാണുന്നവർക്ക് പ്രത്യേകിച്ച് ഈ സിനിമയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാഞ്ചന 3 ആക്ഷൻ, ഹൊറർ, കോമഡി ഇത്രയും കാര്യങ്ങൾ ഉൾച്ചേരുന്ന സിനിമയാണ്. ഹൊറർ കോമഡി സിനിമകളോട് തമിഴ് പ്രേക്ഷകർക്കുള്ളൊരു താല്പര്യമാണ് ഇത്തരത്തിൽ നിരവധി സിനിമകൾ തമിഴിൽ ഇറങ്ങാനുള്ള കാരണം. കഥയിൽ ചോദ്യമില്ല എന്ന് നമ്മൾ ഈ മുത്തശ്ശി കഥകളിലൊക്കെ പറയാറില്ലേ, അതേപോലെ തന്നെയാണ്. മുൻവിധികളില്ലാതെ, വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ, ചോദ്യങ്ങൾ ഏതുമില്ലാതെ തിയേറ്ററിൽ പോയാൽ 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഈ സിനിമ കണ്ടിരുന്നിട്ട് തിരിച്ചു വരാം. പക്ഷെ അതിനുമപ്പുറം സിനിമ എന്നുള്ള രീതിയിൽ വിലയിരുത്തുമ്പോൾ ഒന്നുമില്ല ചിത്രത്തിൽ. പ്രത്യേകിച്ച് സിനിമയെക്കുറിച്ച് പറയാനുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സിനിമയിലെ പോസിറ്റീവ് ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. മികവാർന്ന ഛായാഗ്രഹണവും സിനിമയിലെ ഗാനരംഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ചടുലവേഗമുള്ള ഡാൻസ് കോറിയോഗ്രാഫിയുമാണ് ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഘടകം. പ്രേതത്തിന്റെ സാന്നിധ്യം പ്രേക്ഷകർക്ക് വെളിപ്പെടുത്താനായി ഉപയോഗിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പശ്ചാത്തല സംഗീതവും ചിത്രത്തിൽ എടുത്തു പറയേണ്ടതാണ്. അതായത് ഇത്തരം രംഗങ്ങളിലെ ക്യാമറ ചലനങ്ങളും സൗണ്ട് എഫക്ട്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ പ്രേക്ഷകരെ നന്നായി തന്നെ പേടിപ്പിക്കാൻ പാകത്തിന് ഒരുക്കിയിരിക്കുകയാണ് സിനിമയിൽ. ചിരി, പേടി, പാട്ട്, ഡാൻസ്, ഫൈറ്റ്. വീണ്ടും ചിരി, പേടി, പാട്ട്, ഡാൻസ്, ഫൈറ്റ്. ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ് സിനിമയിൽ വരുന്നത്. അതായത് കുട്ടികളെയും കൂട്ടിയാണ് നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നതെങ്കിൽ പോലും അവർ ചിരിച്ചും പേടിച്ചും കൈയടിച്ചുമൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ. അതായത് നിങ്ങൾ വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയാണോ, പേടിക്കണ്ട, പിന്നാലെ ചിരിയും പാട്ടും ഡാൻസും ഒക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻ്റാണ് സിനിമയിലുടനീളം നമ്മൾ കാണുന്നത്. മിക്കപ്പോഴും ചിരി വരാത്ത കോമഡിയും സർക്കസിലെ കോമാളികളെ അനുസ്മരിപ്പിക്കും വിധമുള്ള കോമഡി രംഗങ്ങളുമൊക്കെയാണ് ഈ സിനിമയിൽ പ്രേക്ഷകരെ അലോസരപ്പെടുത്തുന്ന ഘടകങ്ങൾ. 3 മണിക്കൂറോളമുള്ള സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്ന് പ്രേക്ഷകൻ ആഗ്രഹിച്ചു പോയാൽ അയാളെ കുറ്റം പറയാനുമാകില്ല. സിനിമ അതിൻ്റെ യഥാർത്ഥ കഥയിലേക്ക് കടക്കുന്നത് തന്നെ ഇൻ്റർവെല്ലിന് ശേഷമാണ്. അതായത് ഈ സിനിമയുടെ പകുതിയോളം രംഗങ്ങളും ഒന്ന് എഡിറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് സിനിമ കണ്ടാലും നമുക്കതിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്നതായി തോന്നില്ല. അപ്പോൾ അത്രമേൽ അനാവശ്യമായ രംഗങ്ങൾ കുത്തി നിറച്ചാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത് എന്ന് ചുരുക്കം. സിനിമയിലെ ആദ്യ രംഗങ്ങളിലെ ഹൊറർ, പ്രേതാത്മാക്കളെ മരത്തിൽ കൊണ്ടുപോയി തറയ്ക്കുന്നത് വരെയുള്ള രംഗങ്ങൾ നന്നായിരുന്നു. സിനിമയുടെ കഥ എന്താണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയത്തക്ക ഒരു കഥയൊന്നുമില്ല. കഥയില്ലായ്മ തന്നെയാണ് സിനിമയുടെ പ്രശ്നം എന്ന് വേണമെങ്കിലും പറയാം. നമ്മൾ സാധാരണ ഇന്ത്യൻ ഹൊറർ സിനിമകളിൽ കാണുന്ന ഒരു കഥയുണ്ടല്ലോ, ജീവിച്ചിരുന്നപ്പോൾ വീട്ടാൻ സാധിക്കാതിരുന്ന പ്രതികാരം, മരണശേഷം പ്രേതമായി വന്ന് ചെയ്യുന്ന പ്രതികാരം. അതുതന്നെയാണ് ഈ സിനിമയിലും പിന്തുടരുന്നത്. രാഘവ, കാളി എന്നീ കഥാപാത്രങ്ങളായി ഡബിൾ റോളിലാണ് ചിത്രത്തിൽ സംവിധായകൻ കൂടിയായ രാഘവ ലോറൻസ് അഭിനയിച്ചിരിക്കുന്നത്. വേദിക, ഓവിയ, നിക്കി തമ്പോളി എന്നിവരാണ് നായികമാർ. പഴയ ചിത്രങ്ങളിലെ പോലെ തന്നെ കോവൈ സരള ഈ സിനിമയിലും അമ്മയുടെ വേഷത്തിലാണ്. കോവൈ സരള അഭിനയിച്ച് ഓവറാക്കിയിരിക്കുകയാണ്. കോമഡിയൊക്കെ ദുരന്തം എന്നേ പറയാനാണ്. കബീർ ദുഹൻ സിംഗ് ആണ് കാഞ്ചന 3യിൽ വില്ലൻ കഥാപാത്രമായ ഭവാനിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. സൂര്യയുമുണ്ട് ചിത്രത്തിൽ. സിനിമയ്ക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വെട്രിയാണ്. സംഗീതം പകർന്നിരിക്കുന്നത് എസ് തമൻ. കാഞ്ചന സീരീസും മുനി സീരീസും ഒക്കെ പിന്തുടരുന്നവർക്ക്, മുൻകാല സിനിമകൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. 2.75 ഔട്ട് ഓഫ് 5 ആണ് ഞാൻ ഈ ചിത്രത്തിന് നൽകുന്ന റേറ്റിംഗ്. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. പതിവ് പോലെ കാഞ്ചന 3 കണ്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ റേറ്റിംഗ് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമ്മുടെ റിവ്യൂ അവസാനിക്കുകയാണ്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി, മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണും വരെ ബൈ.